മഹാനായ കാരക്കുന്ന് മമ്മദ് മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് കാരക്കുന്ന് മുത്തലാട്ട് ജുമുഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ് കാരക്കുന്ന് മമ്മദ് മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. മഞ്ചേരിയിൽ നിന്നും 7 കിലോമീറ്ററാണ് കാരക്കുന്നിലേക്കുള്ളത്. പ്രശസ്ത പണ്ഡിതനും സംഘാടകനും മുദർരിസും സൂഫി വര്യനുമായിരുന്നു മഹാനായ കാരക്കുന്ന് മമ്മദ് മുസ്ലിയാർ. വിശ്രുത പണ്ഡിതന്മാരായ PA ഹൈദ്രൂസ് മുസ്ലിയാർ കൊല്ലം, മർഹൂം തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ ഫയലി തുടങ്ങിയവരുടെ ഉസ്താദാണ് മഹാനായ കാരക്കുന്ന് മമ്മദ് മുസ്ലിയാർ. തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ ഫയലിയെക്കുറിച്ചുള്ള വായനയിലാണ് ഉസ്താദായ കാരക്കുന്ന് മമ്മദ് മുസ്ലിയാരെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ കാരക്കുന്ന് എത്തി. ഇതാണ് കാരക്കുന്ന് മുത്തലാട്ട് ജുമുഅത്ത് പള്ളി. അതിമനോഹരമായൊരു പള്ളിയാണിത്. റോഡിൽ നിന്ന് അല്പം മുകളിലായിട്ടാണ് പള്ളി നിൽക്കുന്നത്. പള്ളിയുടെ മുന്നിൽ കണ്ണാടി പോലത്തൊരു കുളമുണ്ട്. പള്ളിയുടെ തെക്ക് ഭാഗത്ത് അല്പം ഉള്ളോട്ടായാണ് മമ്മദ് മുസ്ലിയാരുടെ ഖബറുള്ളത്. ഇതാണ് കാരക്കുന്ന് മമ്മദ് മുസ്ലിയാരുടെ ഖബർ. അല്പം കെട്ടിപ്പൊക്കി മുകളിലൊരു നെയിം ബോർഡും വെച്ച് വേർതിരിച്ചിരിക്കുന്നു. ഹിജറ വർഷം 1353 അഥവാ ക്രിസ്തുവർഷം 1934 മഞ്ചേരിക്കടുത്ത കാരക്കുന്നിൽ പാലക്കൽ കുഞ്ഞാലി എന്നവരുടെയും മണ്ടങ്ങോടൻ ആയിഷ എന്നവരുടെയും മകനായി ജനിച്ചു. തികഞ്ഞ മതചിട്ടയും ഭക്തിയുമുള്ളവരായിരുന്നു കാരക്കുന്ന് മമ്മദ് മുസ്ലിയാരുടെ മാതാപിതാക്കൾ. 7 വയസ്സായപ്പോൾ ഖുർആൻ മുഴുവനും നന്നായി ഓതാൻ പഠിച്ചു. പിന്നീട് കാരക്കുന്നിലെ മാപ്പിള സ്കൂളിൽ ചേർന്നു. അന്നവിടെ ഉണ്ടായിരുന്ന ഉയർന്ന വിദ്യാഭ്യാസം 5ാം ക്ലാസ് വരെയായിരുന്നു. കുഞ്ഞാലി മുസ്ലിയാർ, രായിൻ മാസ്റ്റർ, ഉണ്ണിപ്പോക്കർ മാസ്റ്റർ എന്നിവരായിരുന്നു സ്കൂളിലെ ഗുരുനാഥന്മാർ. ഹിജറ വർഷം 1365 മമ്മദ് മുസ്ലിയാർ കിതാബ് പഠനം ആരംഭിക്കുന്നത്. വീടിനടുത്തുള്ള ചെറുപള്ളിയിലെ ദർസ്, കാരക്കുന്ന് വലിയ ജുമുഅത്ത് പള്ളി, തൃക്കലങ്ങോട് ജുമുഅത്ത് പള്ളി, കിടങ്ങഴി ദർസ്, മേൽമുറി ആലത്തൂർ പടി, പുല്ലാര, വെള്ളുവങ്ങാട്, മൈലപ്പുറം, പൊന്മള എന്നിവിടങ്ങളിലെ ദർസിലാണ് പഠനം. ജ്യേഷ്ഠനായ മുഹമ്മദ് മുസ്ലിയാർ, കാട്ടുമുണ്ട സ്വദേശിയും മഹാപണ്ഡിതനുമായ M കുഞ്ഞിക്കോയ തങ്ങൾ, കാരപ്പഞ്ചേരി മമ്മി മുസ്ലിയാർ, മോങ്ങത്തിനടുത്ത ചെറുപുത്തൂർ സ്വദേശി അവറാൻകുട്ടി മുസ്ലിയാർ, കിടങ്ങഴി സ്വദേശിയായ കുറുക്കൻ മടക്കൽ അലവി മുസ്ലിയാർ, പറവണ്ണ അബ്ദുള്ള മുസ്ലിയാർ, പള്ളിപ്പുറം സ്വദേശി മമ്മുണ്ണി മുസ്ലിയാർ, വണ്ടൂർ സ്വദേശി K കുട്ടിയാമ്മ മുസ്ലിയാർ, കുമരംപുത്തൂർ അമ്പാടത്ത് മുഹമ്മദ് എന്ന കുഞ്ഞിപ്പു മുസ്ലിയാർ, ഇരിങ്ങല്ലൂർ സ്വദേശി മൂച്ചിക്കാടൻ അലവി മുസ്ലിയാർ, വാഴമ്പുറം സൈദാലി മുസ്ലിയാർ എന്നിവരാണ് ഉസ്താദുമാർ. എല്ലാ ഫന്നിലും കഴിവുള്ള പണ്ഡിതനായിരുന്നു കാരക്കുന്ന് മമ്മദ് മുസ്ലിയാർ. കൂടാതെ അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഫാർസി എന്നീ ഭാഷകളിലും അവഗാഹം നേടി. പൊന്മളയിൽ പഠിക്കുന്ന അവസരത്തിൽ ഉസ്താദായ ബഹുഭാഷാ പണ്ഡിതനുമായ വാഴമ്പുറം സൈദാലി മുസ്ലിയാരിൽ നിന്നാണ് മമ്മദ് മുസ്ലിയാർ ഭാഷകൾ പഠിക്കുന്നത്. പാണ്ടിക്കാടിനടുത്ത് കോടശ്ശേരി ജുമാ മസ്ജിദ്, കാവനൂർ മുത്തേടത്ത് പറമ്പ്, പുല്ലാര ജുമുഅ മസ്ജിദ്, കാസർഗോഡ് ജില്ലയിലെ പടന്ന, പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബിക് കോളേജ്, കൂട്ടായി മഖ്ദൂമിയ അറബിക് കോളേജ്, കുഴിമണ്ണ ഇസ്സത്തുൽ ഇസ്ലാം ശരീഅത്ത് കോളേജ്, കാസർഗോഡ് ജാമിഅ സഅദിയ, പാപ്പിനിപ്പാറ ജാമിഅ ഹിക്കമിയ എന്നിവിടങ്ങളിലാണ് ദർസ് അധ്യാപനം. കേരളത്തിനകത്തും പുറത്തുമായി പരശതം ശിഷ്യന്മാർ കാരക്കുന്ന് മമ്മദ് മുസ്ലിയാർക്കുണ്ട്.
കൊല്ലം ഖാദിസിയ പ്രിൻസിപ്പൽ പി എ ഹൈദ്രൂസ് മുസ്ലിയാർ, മർഹൂം തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ ഫൈളി എന്നിവർ ശിഷ്യന്മാരിൽ പ്രമുഖരാണ്. സമയനിഷ്ഠ, വിനയം, ലളിത ജീവിതം എന്നിവ ഉസ്താദിൻ്റെ എടുത്തു പറയേണ്ട സൽഗുണങ്ങളാണ്. ധാരാളം കിതാബ് മുത്താലഅ ചെയ്യുന്ന ഉസ്താദ് അറിവാഴങ്ങളിലെ വിസ്മയവും മസ്അല ചർച്ചകളിലെ അവസാന വാക്കുമായിരുന്നു. ചരിത്ര പഠനത്തിൽ അതീവ താൽപ്പര്യമുള്ള മുഹമ്മദ് മുസ്ലിയാർ ഒരു തികഞ്ഞ വായനാപ്രിയനായിരുന്നു. എല്ലാ ദിവസവും പത്രവും മറ്റു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കുകയും മുതഅല്ലിമുകളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇക്കാര്യം പ്രമുഖ ശിഷ്യനായിരുന്ന തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ ഫൈളി സ്മരിച്ചിട്ടുണ്ട്. ഒരു മികച്ച സംഘാടകനായിരുന്നു കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ. സമസ്ത കേന്ദ്ര മുഷാവറംഗം, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗം, മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് എന്നീ പ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ പിറവിയിലും വളർച്ചയിലും ഉസ്താദിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഹിജ്റ വർഷം 1425 ദുൽഹിജ്ജ 11 അഥവാ 2005 ജനുവരി 22 കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ വഫാത്താകുന്നത്. വഫാത്താകുന്ന സമയത്ത് 72 വയസ്സാണ് മഹാനവരുകൾക്കുണ്ടായിരുന്നത്. സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ മഹാൻ്റെ വീട്ടിൽ പോവുകയും മൂത്ത മകൻ ബഷീർ സഖാഫിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം എനിക്ക് മുഹമ്മദ് ഉസ്താദിൻ്റെ സ്മരണിക സമ്മാനമായി നൽകി. അള്ളാഹു മഹാൻ്റെ ദറജ ഉയർത്തട്ടെ, ആമീൻ.